ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ, പഴയ മോഡൽ ആക്റ്റീവയാണ്. വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൈലേജ് ഷോട്ടിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാനാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കിടക്കണ ലൈൻഡർ എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ ലൈൻഡർ ഉണ്ടോ, ഒരു ASK എന്ന് പറഞ്ഞ കമ്പനിയുടെ കുറഞ്ഞ ബ്രാൻഡാണ് കിടക്കണേ. അതിൻ്റെ ചെറിയൊരു ബ്രേക്ക് ചതച്ചിൽ കാണിക്കുക. അതിൻ്റെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ലൈൻഡർ നമുക്ക് തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അത് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ നമുക്കത് ഈ സൈഡിലുണ്ടല്ലോ, അതിവിടെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു ഓയിലിൻ്റെ നനവ് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഈ സൈഡിൽ ഓയിൽ മയം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്നാണ് അതിൻ്റെ ഒരു ഓയിൽ സീൽ ലീക്കായിട്ട് ചെറുതായിട്ട് ഓയിൽ മയം വന്നേക്കാണ് കേട്ടത്. മേജറായിട്ടുള്ള വലിയ പ്രശ്നം എന്ന് പറയാനില്ല, ചെറിയൊരു നനവാണ് കാണിക്കുന്നുള്ളൂ. കാര്യമായിട്ടുള്ള ലീക്കിലേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഈ ഭാഗത്ത് കൂടുതലായിട്ട് പൊടി പിടിച്ച കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, കാര്യമായിട്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് നോക്കിയിട്ട് നമുക്ക് അത് അറേഞ്ച് ചെയ്യാം. നോക്കിയത് അഴിച്ചാൽ നമുക്ക് അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ്, ഓയിൽ സീൽ, ബെയറിങ് അതൊക്കെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പം നിലവിൽ ആരംഭമാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതുമ്പോൾ കിടക്കണ ഫിൽറ്റർ ഒരു കുറഞ്ഞ ബ്രാൻഡാണ്, കമ്പനി ആയിട്ടൊന്നുമല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എയർ ഫിൽറ്റർ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആയിരിക്കണം ആ മൈലേജ് ഷോട്ട് കാണിക്കുന്നത്. എയർ ഫിൽറ്റർ നല്ല ബ്ലോക്കായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയും കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ എയർ ഫിൽറ്റർ മാത്രം ഒന്ന് മാറ്റിയിടാം. കാർബറേറ്റർ ഈ പറഞ്ഞ പോലെ നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളതായിട്ട് നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ ഫീൽ ചെയ്യണില്ല. കാരണം വെച്ചാൽ വേറെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളോ കാണിക്കണമെന്നില്ല. ട്യൂണിങ്ങും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ടാക്കോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടി എഞ്ചിൻ കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് ആക്കിയിടാം. പ്ലഗ് ആയാലും നമുക്കിതുമ്പോൾ കിടക്കുന്നത് പുതിയ പ്ലഗ്ഗാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ കാർബറേറ്റർ അയക്കേണ്ട ആവശ്യമില്ല. എയർ ഫിൽറ്റർ നമുക്കൊന്ന് മാറ്റിയിടാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കിക്കർ വീൽ, ഇത് കിക്കർ വീൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബെൻഡെക്സ് യൂണിറ്റാണിത്. അതിൻ്റെ ഈ കപ്പൊക്കെ ഒന്ന് പൊട്ടി കിടക്കുന്നുണ്ട്. ബെൻഡെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കപ്പിൻ്റെ ലോക്ക് പോയിട്ട് വെറുതെ പൊട്ടി ഇങ്ങനെ ഒന്ന് പ്ലേ ആയിട്ട് കാണിക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് അത് മാത്രം ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബെൻഡെക്സ് തന്നെ തൽക്കാലം യൂസ് ചെയ്യാം. ബെൻഡെക്സിന് കംപ്ലയിൻസിൻ്റെ ഒരു ആരംഭമാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട, മാക്സിമം ഉപയോഗിക്കാം. എന്നിട്ട് നോക്കിയാൽ മതി. ഇതതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, പിന്നെ കാര്യങ്ങൾ, റോളർ വെയിറ്റൊക്കെയാണ്. നിലവിൽ നമ്മളുടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ വലിയ തേമാനമെന്ന് പറയാനൊന്നുമില്ല. ആവറേജ് അത്യാവശ്യം ചെറിയൊരു പ്ലേ ഉണ്ടെങ്കിൽ പോലും നമുക്കത് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇതതിൻ്റെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ്. വെയിറ്റ് സെറ്റും ഒക്കെ വന്ന യൂണിറ്റാണ്. വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് നോക്കുന്നുണ്ട്. ബെൽറ്റ് നമുക്ക് എടുക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെയാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ടല്ലോ. ബെൽറ്റ് സെൻറ്റർ പോർഷനൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ബെൽറ്റ് മാറ്റിയിടണമാണ് സേഫ്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി നമ്മൾ ഇടയ്ക്ക് വണ്ടി വീണ്ടും കയറ്റി അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം ക്ലച്ച് ഫുള്ളായിട്ട് അഴിച്ചാൽ തന്നെയാണ് ബെൽറ്റും മാറ്റാൻ പറ്റുള്ളൂ. സർവീസിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ നമുക്ക് സർവീസ് ചാർജിൻ്റെ പുറം അഡീഷണൽ വേറെ നമുക്ക് കോസ്റ്റ് വരില്ല. നമുക്ക് ഈ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമാണ് അതിനകത്ത് വരുള്ളൂ. ലേബർ ചാർജൊക്കെ സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞു പോകും. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഇവിടെ ചെറിയ ഒരു ലീക്കേജ് കാണുന്നുണ്ട്. ഈ സൈഡിൽ ശ്രദ്ധിച്ച് അറിയാൻ ഈ അടിഭാഗത്തൊക്കെ ആയിട്ട് അത്യാവശ്യം ലീക്കുണ്ട്. അത് ഈ കവറിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ്കറ്റ് റബ്ബർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബോൾട്ടിൻ്റെ ഉള്ളിലൊരു ഓയിൽ സീൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാസ്കറ്റ് റബ്ബറും ആ മൗണ്ട് റബ്ബറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഓയിൽ ലീക്കിൻ്റെ അവിടെ തീർന്നോളും. അതൊന്ന് കൈയോടെ ചെയ്തു പോകണമാണ് നല്ലത്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിന് നമുക്ക് സസ്പെൻഷൻ വന്നത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വന്നത്. ഷോക്ക് അബ്സർക്ക് വലിയ പഴക്കമൊന്നും തോന്നണമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇവിടുത്തെ കോളർ ബുഷ് മാത്രം ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ടാൽ മതി കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുമ്പോൾ ബാറ്ററി നമുക്ക് പുതിയ ബാറ്ററി ഇരിക്കണം, പുത്തൻ ബാറ്ററി ഇരിക്കണം കേട്ടോ. 2024 ബാറ്ററിയാണ്. അതിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ സർവീസിൽ നമുക്ക് അതും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ അതും കൂടി നോക്കണുണ്ട്. 13 വോൾട്ട് കിട്ടുന്നുണ്ട്, മാക്സിമം കിട്ടുന്നുണ്ട്. ഓൾറെഡി പുതിയ ബാറ്ററിയാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ ആയിട്ട് തന്നെ കാണിക്കുന്നത്. ജസ്റ്റ് ബാറ്ററി ടെസ്റ്റും കൂടി ഇതിനകത്ത് ഉള്ളത് കൊണ്ട് പെടുത്തി നോക്കും. പിന്നെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു മൂളിച്ച് സൗണ്ട് മാത്രമാണ് കാണിക്കുക. അത് ഈ ഇലക്ട്രോണിക് ബസർ കണക്ട് ചെയ്യുന്ന ഈ ഫ്ലാഷർ യൂണിറ്റിൻ്റെ ആണ് കംപ്ലയിൻ്റ് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഭാഗം ഓക്കെ ആയിക്കും. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡറി ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എഞ്ചിൻ ഓയിൽ ഡേസ് നോക്കണം, ഓയിൽ നല്ല ഓയിലാണ്, കുഴപ്പമൊന്നുമില്ല. അതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളേ. എന്തായാലും വൈകുന്നേരം ആവും വണ്ടി കഴിയുമ്പോഴത്തേക്കും. ഓക്കെ.